അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ റമദാൻ്റെ റഹ്മത്തിൻ്റെ പത്തിലാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. എല്ലായിടത്തും വേണം, നാളെ മരിച്ചാലും ഖബറിലും ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ. ഇന്ന് നാം പറയാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇങ്ങനെ വരുമ്പോൾ പലർക്കും അൽഹംദുലില്ലാ എനിക്ക് ഉത്തരം കിട്ടി എന്ന് നല്ല രീതിയിൽ കമൻ്റ് ഇടുന്നവരുണ്ട്. ചില ആളുകൾ കമൻ്റ് ഇങ്ങനെയാണ്: എത്ര പ്രാർത്ഥിച്ചു ഒരു കാര്യമില്ല ഉസ്താദ്, ദുആ കിട്ടുന്നില്ല. എന്തുകൊണ്ടത് ദുആ കിട്ടുന്നില്ല? അതിനുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് പറയുന്നു. അള്ളാഹു അങ്ങനെയല്ലല്ലോ. അള്ളാഹു ചോദിച്ചതിനൊക്കെ ഉത്തരം കൊടുക്കുന്നത് പെട്ടെന്നാണ്. ആ ചോദിക്കുന്ന ആൾ വലിയ ഒരു പണ്ഡിതനാകണോ, വലിയ ഒരു ആലിമാകണോ, അങ്ങനൊന്നുമില്ല അള്ളാഹ്ക്ക്. അള്ളാഹുനൊന്നു യാ ഇലാഹി യാ റബ്ബി എന്നിങ്ങനെ വിളിച്ചാൽ മതി. ഇബ്ലീസ് പ്രാർത്ഥിച്ച് യാ റബ്ബി എന്ന് പ്രാർത്ഥിച്ചില്ലേ, ഉടനെ അള്ളാഹു ഇബ്ലീസിനെ കൊടുത്തതിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം. എത്ര സംഭവങ്ങളാണ് അല്ലേ? നമുക്ക് നിസാരമായി കാണുന്ന ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ആ സെക്കൻഡിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന രീതിയിൽ അള്ളാഹുവിനോടാകട്ടെ, തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നത് ഉറപ്പാണ്. നമുക്ക് ചരിത്രത്തിലേക്കും ഹദീസിലേക്കും ആയത്തുകളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ദിക്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്നു അതിനോടൊന്ന് ആ ചോദിക്കേണ്ട രീതിയെക്കുറിച്ചൊന്ന് മനസ്സിലാകാൻ വേണ്ടി, നമ്മുടെ ഇഖ്ലാസ് കൂടുന്തോറും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നു എന്നതിന് ഒരു 2 സംഭവം പറയാം. ആറാബിയായവരാണ് അല്ലേ? ആറാബി എന്ന് പറയുമ്പോൾ അല്ലേ, സ്വഹാബികളൊക്കെ ആറാബിയെ കണ്ട് അത്ഭുതപ്പെട്ടു അല്ലേ? ആറാബി എന്ന് പറയുമ്പോൾ അത്ര വലിയ വിവരമുള്ള ആളൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്ന ആള്, പാവങ്ങൾ അല്ലേ? ആറാബി ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി ഒട്ടകം കെട്ടിയിടുകയാണ്. കെട്ടിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി അല്ലേ? ഈ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അയാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇഖ്ലാസോട് കൂടിയുള്ള നിസ്കാരം, നല്ല നിസ്കാരമാണ്. വലിയ പണ്ഡിതനാണോ, വലിയ ആലിമോ ഒന്നും അല്ലല്ലോ. അത് മനോഹരമായ അള്ളാഹുവിനോട് നിസ്കരിച്ചു. നിസ്കരിക്കുന്ന ഇടയിലാണ് ഒരു കള്ളൻ വന്നിട്ട് ആ ഒട്ടകത്തെ കട്ടുകൊണ്ടുപോകുന്നത്. ആ ഒട്ടകത്തെ ആ മനുഷ്യൻ കട്ടുകൊണ്ടുപോയി അല്ലേ? കട്ടുകൊണ്ടുപോയി സ്വഹാബത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ തിരിഞ്ഞു നോക്കും, ഒട്ടകം കാണുന്നില്ല. നമുക്ക് എന്താക്കും? നമ്മുടെ ഒരു കാറ് നിർത്തി വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, നമുക്ക് കാർ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നാം ധരിച്ച് വെച്ച ചെറുപ്പ് നഷ്ടപ്പെട്ടു. പള്ളിയിൽ പോയി നിസ്കരിച്ച് വരുമ്പോൾ അല്ലേ, എൻ്റെ ചെറുപ്പ് നഷ്ടപ്പെട്ടേ, എൻ്റെ കാർ നഷ്ടപ്പെട്ടേ, കള്ളൻ കൊണ്ടുപോയേ, CC ക്യാമറ ഒന്ന് നോക്കണേ എന്നുള്ള വെപ്രാളാണ്. കാരണം കൈ കെട്ടുമ്പോഴും ചിന്ത എന്താണ്? എൻ്റെ കാർ എന്തായിട്ടുണ്ടാവോ, എൻ്റെ ചെറുപ്പ് എന്തായിട്ടുണ്ടാവോ, ആരും കട്ടുകൊണ്ട് ഞാൻ വെച്ച സ്ഥലം മാറിയിട്ടുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ്. അഹ്റാബി ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ഒട്ടകം കാണുന്നില്ല. അവിടെ മക്കളെ വിളിക്കാനോ ആർത്തട്ടാസിക്കാനോ ഒന്നും പോയില്ല. അറാബി യാ ഇലാഹി, ഒരു ഒറ്റ വിളിയാണ്: അദ്ദൈതുക അമാന, നിന്റെ മേൽ എൻ്റെ അമാനത്ത് ഞാൻ പൂർത്തീകരിച്ചു റബ്ബേ. ഐന അമാന, എൻ്റെ അമാനത്ത് എവിടെ എന്ന് ചോദിക്കും. ഞാൻ നിന്നെ ഏൽപ്പിക്കപ്പെട്ട എൻ്റെ വാഹനം എവിടെ? ചോദിക്കേണ്ട നേരം അതാ വന്നല്ലോ. ഒട്ടകം ആ കൊണ്ടുപോയ മോഷ്ടിച്ച കള്ളൻ തന്നെ കൊണ്ടുവന്നു. വന്നിട്ടോ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ട ആ വിശാലമായ സംഭവമൊക്കെ നാം അറിയാം. എൻ്റെ പ്രിയമുള്ളവർ, അതാണ് നമുക്ക് അല്ലെ, രാജാവ് ചോദിച്ചത് ഇങ്ങനെ, അതായത് കണ്ണ് കാണാതെ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഖാജാ കണ്ണ് തരണേ, ഖാജാ കണ്ണ് തരണേ, ഖാജാ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുക. എത്ര വർഷങ്ങളെ, കുറേ വർഷങ്ങളായി രാജാവ് ചോദിക്കുന്നത്. ഇതുവരെയും ഇതൊക്കെ നമുക്ക് നടന്ന സംഭവമല്ലേ? കണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. രാജാവ് എന്ത് പറഞ്ഞു? ഞാൻ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുന്നതിന് മുമ്പ് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടണം. കിട്ടിയില്ലെങ്കിലോ ഇതാ ഈ വാള് കൊണ്ട് തന്നെ വെട്ടും. ഒരിക്കലും പോലും കളവ് പറയാത്ത രാജാവ് ഇങ്ങനെ പറഞ്ഞത് വെട്ടെന്ന് പറഞ്ഞാൽ അത് വെട്ടിയിരിക്കും, പിന്നെ കരുത്തുണ്ടാവില്ല എന്ന് ഈ യാചകനായ, ഈ കണ്ണ് കാഴ്ചയില്ലാത്ത ആൾക്ക് കൃത്യമായി അറിയാം. അയാൾക്ക് ഇത് ഏതായാലും എൻ്റെ തല പോകുന്ന കേസാണ്. കാരണം രാജാവ് പറഞ്ഞത്. അയാൾ ദുആ ചെയ്ത് രാജാവ് തിരിച്ചു വരുന്ന സമയത്ത് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? ഇതുവരേക്ക് വർഷങ്ങളോളം അയാൾ ദുആ ചെയ്ത് കിട്ടാത്ത കാഴ്ച പെട്ടെന്ന് തിരിച്ചു കിട്ടി. എന്തുകൊണ്ട്? അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു ട്രെയിന് വരുമ്പോൾ അതിൻ്റെ പാലത്തിന് മുകളിൽ നാം നിൽക്കൂ? ഇല്ല. നമുക്കറിയാം ട്രെയിൻ വന്നാൽ ഇടിച്ച് മരിക്കും, പെട്ടെന്ന്
ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നാം ചോദിക്കണം. ചോദിച്ചാൽ ഉത്തരം കിട്ടും. പിന്നെ ചില ചോദ്യങ്ങൾ അള്ളാഹു നീട്ടിവെക്കുന്നുണ്ട്. അള്ളാഹുനിക്ക് ഈ കീർത്തിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. കീർത്തിക്കുന്നില്ലേ, വാശി പിടിക്കുന്നത്. കാരണം ദുആ അങ്ങനെ ആയിരിക്കണം. പ്രവാചകന്മാരുടെ ദുആക്ക് അദ്വാ ഇൽഹാവ്, വാശിയോടുകൂടിയുള്ള ദുആ. അനക്കത് കിട്ടിയിരിക്കണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ കിട്ടൂ എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹ്ക്ക് തരാൻ കഴിയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? പൊട്ടക്കടൽ യൂസുഫ് നബിനെ എറിഞ്ഞില്ലേ? ആരാക്കി? എറിഞ്ഞാലെ പൊട്ടന്മാരാക്കി. യൂസുഫ് നബിനെ അള്ളാഹു രാജാവാക്കി. അള്ളാഹ്ക്ക് എല്ലാം കഴിവും. അള്ളാഹു ഒരിടത്തും ഇലാഹി. ഇബ്ലീസ് വിളിച്ച ഒരു വിളിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. യാ റബ്ബി എന്ന് വിളിച്ചതാണ്. ഇലാഹി എന്ന് വിളിക്കുന്നതിനേക്കാൾ വലുതാണ് യാ റബ്ബി എന്നുള്ള വിളി. ഇബ്ലീസിന് അറിയാം സംരക്ഷകൻ അള്ളാഹു ആണ്, അള്ളാഹു അല്ലാതെ രക്ഷയില്ല, എന്നെ സംരക്ഷിക്കുന്ന അള്ളാഹ് അന്ത്യനാൾ വരെ എനിക്ക് ജീവിതം നൽകണമെന്നായിരുന്നു ആ ചോദ്യം. എന്തുകൊണ്ട്? കാരണം ഇബ്ലീസിന് അറിയാം എനിക്ക്. ഇബ്ലീസ് പറയുന്ന ഇലാ യൗമിദ്ദീൻ, അവസാനം വരെ നിഷേധിക്കപ്പെട്ടവനാണ്. ഇൻഷാ അല്ലാഹ് വിശാലമായി ചരിത്ര സംഭവങ്ങൾ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് വിശാലമായി മണിക്കൂറുകളോട് എണ്ണി എണ്ണി പറയാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ചോദിച്ചത് അള്ളാഹു വെറുതെ ആക്കില്ല. നോക്കൂ, എൻ്റെ അടുക്കൽ ഒരാൾ വരുന്നു, ഉസ്താദേ വലിയ പ്രയാസത്തിനാണ്, സഹായിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു നല്ല കാര്യമാണ്, ഇൻഷാ അല്ലാഹ് സഹായിക്കാന്നെല്ലാം പറഞ്ഞു. അയാൾ രണ്ടാമതും വരുന്നു. അപ്പം എനിക്കയ്യോ, ഞാൻ വെറുതെ പറഞ്ഞത്, വീണ്ടും ആവർത്തിച്ച് വന്നല്ലോ. ഓക്കെ തരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞൊരു വീണ്ടും വരുമ്പോൾ എൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതല്ല നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? ചിലപ്പോൾ ഫോൺ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് വരുന്ന തടസ്സ മാർഗങ്ങൾ സൃഷ്ടിക്കും, ചിലപ്പോൾ ആ വരുന്ന ആളോട് ചൂടാം, അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അനുഭവത്തിലുണ്ട്. എത്ര ആളിന്ന് നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടറിയോ? സ്ഥാപൻ്റെ കലക്ഷനും എത്തീമീങ്ങളെ കലക്ഷനും പറ്റ കലക്ഷനുമായി കേൾക്കുന്നവർ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് എത്ര വലിയ സമ്പന്നന്മാർ എനിക്കറിയാം. സ്റ്റേജിനും പേജിനും വലിയ സമ്പത്ത് കോടിക്കണക്കിന് കൊടുത്തവർ പാവങ്ങൾ ആരും പേരും പ്രശസ്തി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ 1 രൂപ കൊടുക്കാത്ത എത്രയോ സമ്പന്നരെ നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, അല്ലേ? അങ്ങനെ അല്ലല്ലോ അള്ളാഹ്ക്ക് നാം ചോദിക്കുമ്പോൾ ഇഷ്ടം കൂടുതൽ കിട്ടുകയാണ്. പ്രത്യേകിച്ച് ഈ റഹ്മത്തിൻ്റെ പത്താണിതല്ലേ. ഈ റഹ്മത്തിൻ്റെ പത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് ചോദിക്കണം. ഇത് ഹദീസിൻ്റെ പ്രാബല്യത്തോടു കൂടിയാണ് പറയുന്നത്, വെറുതെ എന്തെങ്കിലും കാര്യം പറയാനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലില്ലാഹി മലക്കൻ, അള്ളാഹുവിന് ഒരു മലക്കുണ്ട്, അങ്ങനെ മുഅക്കലൻ. ആ മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടത് എന്തറിയോ? ആരാണ് 3 തവണ ഈ ദിക്ർ ചൊല്ലുന്നത്, ഇസ്മ പറയുന്നത്, അങ്ങനെ പറയുമ്പോഴേക്കും അക്ബല ഇലൈക്ക്, അള്ളാഹു അവരിലേക്ക് തിരിയും, അവരല്ലാഹു പരിഗണിക്കും. ഫസ്അൽ, എന്താണ് അവർ ചോദിക്കുന്നത്? ആ ചോദിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകുമെന്നാണ്. ഒരുപാട് സങ്കടം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ വീട്ടിൽ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ടാകാം. ചിലപ്പോൾ വാടക ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ലാതെ, ചിലപ്പോൾ വീട്ടിൽ നോമ്പ് തുറക്ക് കഴിവില്ല. ഇങ്ങനെ പ്രയാസങ്ങളുടെ മേലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ഭർത്താവിനെ പിടിച്ച് ശല്യപ്പെടുത്തല്ല. ഈ അറാബിയായ ഒരു മനുഷ്യനല്ലേ, യാ ഇലാഹി യാ റബ്ബി, അങ്ങനെ ദുആ ചെയ്യ്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്. ഈ ഒരു ഇസ്മ പറഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇത് റഹ്മത്തിൻ്റെ പത്താണ്. ആ റഹ്മത്തുമായി ബന്ധപ്പെട്ട ദിക്റാണിത്. അതുകൊണ്ട് റഹ്മത്തിൻ്റെ പത്തിൽ ഇത് ധാരാളം അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യാൻ. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഉറപ്പായും അള്ളാഹു പരിഗണിക്കും, അള്ളാഹു സ്വീകരിക്കും. 3 തവണ പറഞ്ഞാൽ അള്ളാഹു മലക്ക് പറയും, ദാ അള്ളാഹു നിങ്ങളെ തിരിഞ്ഞു, എന്ത് ചോദിക്ക് അള്ളാഹു അത് നൽകുമെന്ന്. അതുകൊണ്ട് ഈ റഹ്മത്തിൻ്റെ പത്തിൽ യാ റഹ്മർ റാഹിമീൻ, അതുപോലെ യാ അള്ളാഹു യാ റഹീം എന്നുള്ള ദിക്ർ 258 തവണ ചൊല്ലി ദുആ ചെയ്താൽ ഇജാബത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തീർച്ചയായി പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ സ്വായിമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹദീസുമുണ്ട്. അതുകൊണ്ട് ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലായിടത്തും അത്യാവശ്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.